ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതേപോലുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ടിലിൻ്റെ ഒരാവശ്യമില്ലേ, നമുക്ക് അടുപ്പ് മാത്രം മതി കേട്ടോ. അടുപ്പ് വെച്ചിട്ട് അടിപൊളിയായിട്ടാട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അടിപൊളിയാണോ എന്ന്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു ജൂട്ട് ത്രെഡാട്ടോ വേണ്ടത്. ഈ ജൂട്ട് ത്രെഡ് ഇതിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുന്നില്ല, ആ മുകളിലത്തെ ആ ലെയർ പോലത്തെ ഇല്ലേ, ആ ഭാഗം നമ്മൾ ചുറ്റുന്നേ ഇല്ല. അതേപോലെ താഴെ ഭാഗവും ചുറ്റുന്നില്ല. ആ രണ്ട് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ ഗ്ലൂ നല്ലതുപോലെ ചൂടായതിന് ശേഷം അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് ഗ്ലൂ ആക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചുറ്റുമ്പോൾ ഒരു ത്രെഡിൻ്റെ മുകളിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെന്താണെന്ന് വെച്ചാൽ, പിന്നെ വലിച്ചിട്ട് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. ലൂസാവാതെ നല്ല ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കുക. അങ്ങനെ ഞാനിതാ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ മോളും കൂടിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെത് ഒന്നിൻ്റെ മുകളിലൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അതാണ് പറയുന്നത്, ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഇനി ഇതാ നമ്മളിതാ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലാണ് ചുറ്റിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ലൈറ്റർ വെച്ചിട്ട് ഞാനിതാ ഇതിൻ്റെ ഒരു നാര് പോലെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് പൊക്കി കൊടുക്കുക. കണ്ടില്ലേ, എങ്ങനെ ചെയ്യുമ്പോൾ കൈയൊന്ന് പൊള്ളിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യുക. ഇനി ഒറ്റ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ കളർ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പേഴ്സൊന്നുമില്ല, വൈറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് സ്കെച്ച് പെൻസിൽ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ഏത് കളർ വേണമെങ്കിലും കൊടുക്കുക. സ്കെച്ച് പെൻസിൽ കൊണ്ട് ഏത് കളർ വേണമെങ്കിലും കൊടുക്കുക. ഇനി ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ രണ്ടളവിലാണ് ഉണ്ടാക്കുന്നത്. 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരളവിലും 5 സെൻറ്റിമീറ്ററിൻ്റെ അളവിലാട്ടോ. 7 സെൻറ്റിമീറ്റർ എടുക്കുന്നത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ആ പീസിന് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കുക. ഇനി ഇതിനെ ക്രോസ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്രോസ് ആയി മടക്കില്ലേ, അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എതള് പോലെ ഒന്ന് വരച്ചെടുക്കുക. എതള് പോലെ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതൊന്ന് നിവർത്തി നോക്കിയാൽ നല്ലൊരു പൂവായിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ ആട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു നമുക്കൊരു ഫ്ലവർ പോലെ തന്നെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇതൾ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ചെയ്യുന്നത്. ഇനി സാധാ ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ഒരു ഇതളിൻ്റെ മുകളിലേക്ക് മറ്റേ ഇതളും കൂടി ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കിട്ടിയേ. ഇനി ഒരു സ്കെച്ച് പെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ ഇതളിനും ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് തന്നെ അങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതളൊക്കെ ഒന്ന് ഒടിഞ്ഞതുപോലെയൊക്കെ അല്ലേ ഉണ്ടാവുക, ഒടിഞ്ഞിങ്ങനെ അങ്ങനെയല്ലേ ഉണ്ടാവുക. പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ കീറിപ്പോവാതെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ പറയുക, ഈ ഒരു ലുക്ക് കിട്ടും കേട്ടോ. ഒരു മടങ്ങുന്ന ആ ഒരു ലുക്ക് കിട്ടി. കണ്ടില്ലേ, ഇതേപോലെയുള്ള ഫ്ലവറാട്ടോ വേണ്ടത്. ഇനി ഞാനിത് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കളറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ വലിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ വയർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്ലൂ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഓരോ ഫ്ലവർ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. ഒരു വയറുമേൽ ഒരു ഫ്ലവറാട്ടോ ഒട്ടിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. നൈസായിട്ടുള്ള കമ്പി നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാം കിട്ടും കേട്ടോ. അതും അതിനുള്ള ചുറ്റാനായിട്ടുള്ള ടാപ്പും വാങ്ങിച്ചാൽ മതിയേ.
ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന ഏത് ഷോപ്പിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് അത് എടുത്തുന്നുള്ളേ. പിന്നെ ഇതിന് ഞാൻ ടാപ്പൊന്നും ചുറ്റി കൊടുക്കുന്നില്ല കേട്ടോ. ഇതൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഒരു വയറിൽ ഒരു ഫ്ലവർ അങ്ങനെ കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ 2 or 3 ഫ്ലവർ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്നുമേൽ ഒരു ഫ്ലവർ അങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാം കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി മറ്റേതാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വയറിൽ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാം ഒരു ഇതിൽ വേണമെന്നില്ല, കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുക, അങ്ങനെ ആയിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി ഒന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി വൃത്തിയിൽ കിട്ടും കേട്ടോ, കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഞാനിതാ ഒരു സെറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ കുറച്ച് സെറ്റ് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് ഓരോരോ സെറ്റാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ആകുമ്പോൾ തന്നെ നല്ല നീറ്റിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ ഇതേപോലെ കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ഈ അടപ്പുമ്മൽ ത്രെഡ് ചുറ്റി വെച്ചില്ലേ, അതിലിതാ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഞാനൊന്ന് വെച്ച് നോക്കുക കേട്ടോ. വെച്ച് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ ഈ അടപ്പിലൊരു പിങ്ക് ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പിങ്ക് ഭാഗത്ത് നമ്മളിതാ അവിടെ ഇതങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇങ്ങനെ ഫ്ലവർ വെച്ചാൽ കാണൂല എന്നൊക്കെ തോന്നും, പക്ഷേ എങ്കിലും ഒന്നുകൂടി ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു പിങ്ക് ഭാഗത്ത് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ വെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കെട്ടിട്ട് കണ്ടാൽ മനസ്സിലാവട്ടെ എങ്ങനെയാണെന്നുള്ളത്. ആ ക്രോസ് ആക്കിയിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പെൻസിലോ അല്ലെങ്കിൽ നേരത്തെ ഞാനിതാ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കേട്ടോ കിട്ടിയിട്ടുള്ള നിവൃത്തിയപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ഫ്ലവറൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഫ്ലവറൊക്കെ എടുത്തിട്ട് ഫ്ലവർ ഞാൻ ഫുള്ളായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതല്ല കേട്ടോ, ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. അപ്പം ഞാൻ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇതൊന്ന് ഫുള്ളായിട്ട് അങ്ങനെ ആ ഒരു പിങ്ക് കാണുന്ന ആ ഭാഗത്ത് ഫുള്ളും ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഗ്രീനും കൂടി വരുമ്പോൾ. അപ്പോൾ ഞാനിത് ചുറ്റി കൊടുക്കുന്നുണ്ട്. 3 ലെയറായിട്ടോ ചുറ്റി കൊടുക്കുന്നത്, 3 or 4 ലെയറൊക്കെ ആയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഒറ്റ ലെയർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് 3 ലെയറായിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുന്നത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ ഈ ഒരു ലുക്കിലാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാനിതാ ചുറ്റിയതിന് ശേഷം ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇനി അതിൻ്റെ താഴേക്ക് ഒരു ലെയറും കൂടി കൊടുക്കുക, പിന്നെ അതിൻ്റെ താഴേക്ക് ഒരു ലെയറും കൂടി കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ ഇതേപോലെ ആട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ, ഗ്രീൻ പേപ്പർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കൂടെ ഗ്രീൻ കളറും കൂടിയും വരുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ കാണാൻ. കണ്ടല്ലോ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. കണ്ടില്ലേ ഈ ഒരു ലുക്കിലാണ് വേണ്ടത്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്ക് ആ ഫ്ലവറൊക്കെ ഒന്ന് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ ഫ്ലവർ എല്ലാ കളേഴ്സും കൂടി വരുമ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇല്ല, ഒറ്റ കളേഴ്സിലാണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് വരുമ്പോൾ നല്ല രസമായിട്ട് വരും കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡില്ലേ, ആ ത്രെഡിനൊന്നും കൂടി ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേൾസൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പേൾസിൻ്റെ സ്റ്റിക്കർ ടൈപ്പുള്ള ഒരു പേൾസ് ഉണ്ട് കേട്ടോ, അതൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യാണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒട്ടിച്ചത്. പിന്നെ അതിന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സ്റ്റിക്കർ ആകുമ്പോഴും ആ ത്രെഡുമെന്ന് ചിലപ്പോൾ പറഞ്ഞു പോകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 3 ലെയറായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ മാതിരി 3 ലെയറായിട്ട് ഇങ്ങനെ ഈ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒട്ടിക്കണമെന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ഓരോന്നായിട്ട് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ അവിടെ എന്താ പറയുക പേഴ്സൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഒട്ടിക്കേണ്ട കേട്ടോ. ഇതും കൂടി വരുമ്പോൾ നല്ലൊരു ലുക്കാവും കേട്ടോ. ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണെന്നും പറയാൻ പോലും ഇല്ല കേട്ടോ, നല്ല
അത്രയ്ക്കും നല്ലൊരു ഭംഗിയാണ്. ഈ ജൂട്ട് ത്രെഡും ആ ഒരു പേഴ്സും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ലേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ അടിപൊളി ലുക്കാണെന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ അതാ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു സമയത്ത് ഇരുന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് അങ്ങോട്ട് ഇതാക്കിയാൽ മതി. ഞാനിതിപ്പോൾ ഒറ്റ ഇരിപ്പിന് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കാൻ പറ്റാത്തവർക്ക് കുറേശ്ശെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒന്നായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നല്ല ലുക്കായിട്ടുണ്ട്. അപ്പം ഞാനിതാ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവുമല്ലോ. നല്ല ലുക്കിൽ കിട്ടിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട് കാണാൻ. എന്താ പറയുക, നമ്മൾ ചെയ്ത നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. എന്താ പറയുക, ഇത്രയും ഒരു ഭംഗിയിൽ കിട്ടും എന്നുള്ളത് നമ്മൾ കളയാൻ വെച്ച ഓരോ സാധനങ്ങൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. വലിയൊരു എമൗണ്ടൊന്നും നമുക്ക് വരികയില്ല. കളർ പേപ്പേഴ്സിനൊക്കെ അത്ര വലിയ പൈസ ഒന്നും വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു ഇതല്ലേ. പിന്നെ ഈ ക്രാഫ്റ്റൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അതിനുള്ള കഴിവില്ല എന്നൊക്കെ വിചാരിക്കുന്ന വെറുതാണ് കേട്ടോ. നമ്മളത് ശ്രമിച്ചാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.